ഇത്തിക്കര ജംഗ്ഷനിൽ സബ്വേ വിഷയത്തിൽ അധികാരികൾ കണ്ണു തുറക്കണമെന്ന് ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷീല ബിനു ആവശ്യപ്പെട്ടു. ആക്ഷൻ കൗൺസിലറിന്റെ നേതൃത്വത്തിൽ ഇത്തിക്കര ജംഗ്ഷനിൽ ആരംഭിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. മർമ്മപ്രധാനമായ ഇത്തിക്കര ജംഗ്ഷനിൽ സബ്വേ ആവശ്യം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാപ്പകൽ സമരം നടക്കുന്നത്. ഇത്തിക്കരയിൽ ആയൂർ ഓയൂർ റോഡുകളുടെ പ്രാധാന്യവും ഇവിടെ നിന്ന് 10,000-കണക്കിന് വരുന്ന വാഹനങ്ങൾ യാത്രക്കാർ ഇവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി തടഞ്ഞുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കണമെന്നും സബ്വേ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും ആക്ഷൻ കൗൺസിലർ ആവശ്യപ്പെട്ടു. ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ പ്ലാക്കാർഡ് ടിങ്കു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലാൽ ചിറയത്ത്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MS ശശിധരൻ പിള്ള, CPM നേതാവും ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ A സുരേഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് മടത്തിലഴികം, RSP ജില്ലാ കമ്മിറ്റി അംഗം കൈപ്പുഴ V ശ്യാം മോഹൻ, BVVS ചാത്തന്നൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സിജു മനോഹരൻ, മൈലക്കാട് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി S സന്തോഷ് കുമാർ, ഷിഹാബുദ്ദീൻ കലവറ, അബൂബക്കർ കുഞ്ഞ് എന്നിവർ സംസാരിച്ചു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഉദ്ഘാടനം ചെയ്യും. ഈ സമരത്തിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് ഈ ആദിച്ചല്ലൂർ പ്ലാക്കാട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്കും വാഹനങ്ങൾക്കും കുട്ടിയത്തോട്ട് പോകണമെങ്കിൽ ഇത്തിക്കരയിൽ വന്ന് ചാത്തന്നൂർ ചുറ്റിക്കറങ്ങി മാത്രമേ കുട്ടിയത്തോട്ട് പോകാൻ സാധിക്കൂ. അതേ കണക്ക് ചാത്തന്നൂർ ഭാഗത്ത് നിന്ന് പ്ലാക്കാട് ഭാഗത്ത് ആഴ്ചയിലെ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് മൈലക്കാട് ഇറക്കത്തിൽ ചെന്ന് അവിടെ ചുറ്റിക്കറങ്ങി മാത്രമേ ഇവിടെ പോകാനായി സാധിക്കുള്ളൂ. ഈ ഇത്തിക്കര ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സംസ്ഥാന പാത ദേശീയ പാതയിൽ വന്ന് ചേരുന്ന ഒരു പാതയാണ്. ഈ പാതയിൽ ഒരു സബ്വേ നിർമ്മിച്ചാൽ മാത്രമേ ആളുകൾക്ക് യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ആരാധനാലയങ്ങൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങി മുഴുവൻ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇവിടെ അണ്ടർപാസേജ് ഉണ്ടായേ പറ്റൂ. അതിനുവേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ UDFും LDFും BJPയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സമരത്തിൽ പങ്കാളികളായിക്കൊണ്ട് ഇത് വിജയിപ്പിക്കാൻ ആവശ്യമായ സഹായം ഉണ്ടാകണമെന്ന്